പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും ഈ നാളുകളിൽ ഈശോയുടെ ജന്മദിനം ആഘോഷിക്കാനായി ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു. 35-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ വന്നു കഴിയുമ്പോൾ, അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മേൽ ആവസിച്ചു കഴിയുമ്പോൾ വചനം മാംസമായി ധരിക്കും എന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം അരുളി ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമാണ് നമുക്കും വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ആത്മീയമായി വചനം മാംസമായി ധരിക്കുകയും യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രൂപം കൊള്ളുകയും ചെയ്യുകയുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമാണ് ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത്, ഈശോ നമ്മുടെ ഹൃദയത്തിൽ രൂപം കൊള്ളുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾക്കാണ് ഈശോയെ ഈ ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയെ തൻ്റെ ഉദരത്തിൽ വഹിക്കുകയും ഈ ലോകത്തിന് മുഴുവൻ നൽകുകയും ചെയ്തു. ഇതുപോലെ തന്നെ നമുക്കും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം നമ്മിൽ മാംസമായി ധരിക്കട്ടെ, ഈശോ നമ്മുടെ ഹൃദയത്തിൽ രൂപം കൊള്ളട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതിന് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം. അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കണം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണമേ, ഈശോ എൻ്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ, എനിക്കും മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കട്ടെ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനശക്തിയാൽ നാം എല്ലാവരും നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറയട്ടെ. ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.